ആശയങ്ങളെ ആശയങ്ങളോട് എതിർക്കാൻ പറ്റാണ്ട് വരുമ്പോൾ തെറി പിടിച്ചും ഫോട്ടോ എടുത്ത് പോസ്റ്റർ ഒട്ടിച്ചും നാട് മുഴുവൻ വീണ ചിത്ത എന്ന് പറഞ്ഞ് നടക്കുന്ന ചേട്ടന്മാരെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഒന്നും ആ നശിച്ച നാക്കീന്ന് വീണ മോശമാന്ന് പറഞ്ഞുകൊണ്ട് വീണ ഒരിക്കലും മോശമാവാൻ പോണില്ല. പിന്നെ മുസ്ലിംസ് എന്തേ നിങ്ങളെ പിടിച്ച് കടിച്ച? എന്നെ വലിയ മതേ തറ ആക്കിയാലും കുഴപ്പമില്ല, കാരണം നിങ്ങൾ പറഞ്ഞ മതേ തറ അല്ല ഞാൻ. എനിക്ക് മതമുണ്ട്, അത് മനുഷ്യത്വമാണ്. എൻ്റെ ദൈവവും മതവും ഒന്നാണ്. ഹിന്ദുവായി ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ വാളെടുക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരുമാതിരി ഒരു കൂട്ടം ആൾക്കാരെ, അവർ മനുഷ്യരല്ലേ, അവരെ അനിക്കുന്ന പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അത് ഏത് കൊമ്പത്തെ ആളായാലും. ഈ ജനപ്രതിനിധികളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തന്നെയല്ലേ, അല്ലാണ്ട് അവർ താനേ പോയി അവിടെ ഇരിക്കുന്നൊന്നുമല്ലല്ലോ. പിന്നെ ഒരാളുടെ വ്യക്തി ജീവിതത്തെ എടുത്ത് കീറി മുറിച്ച് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബത്തും ഉണ്ടല്ലോ ആൾക്കാരെ. ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആൾക്കാർ കയറി നിറങ്ങുന്ന ടൈം വരും വൈകാതെ. പിന്നെ എൻ്റെ ഫോട്ടോ പോസ്റ്റർ ഒട്ടിച്ചതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നെക്സ്റ്റ് ടൈം ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫോട്ടോ എടുത്ത് ഒട്ടിക്കണം. ഒന്നുമില്ലേ, നാലാൾ കാണുന്നതല്ലേ. എന്നെ തെറി വിളിച്ചും എൻ്റെ ഫോട്ടോ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഇവൾ അഴിഞ്ഞാട്ടക്കാരിൽ നിന്നൊക്കെ പോസ്റ്റ് ചെയ്താലും മിണ്ടാണ്ടിരിക്കാനുള്ള മഹാമനസ്കരൊന്നും എനിക്കില്ല. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ ബ്ലോക്ക് ഓടിയ ചേട്ടൻ ആണാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അല്ല, നിങ്ങൾ ഈ വലിയ ആണുങ്ങളുടെ ഇതിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഭീരുത്വം. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ID-യിലെ കുറച്ച് ഓഞ്ഞ ഫ്രണ്ട്സ് ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് കരുതിയിട്ട് ഒരുത്തൻ്റെ തെമ്മാടിത്തരം അംഗീകരിക്കണം എന്നല്ല അർത്ഥം. എന്തായാലും ഹാപ്പി ടു സീ സം ഗൈസ് സ്വന്തം വ്യക്തിത്വം ഓരോ പ്രസ്ഥാനങ്ങൾക്ക് അടിയേറ വെച്ചവർ. എന്തായാലും ആർഷഭാരത സംസ്കാര സ്നേഹികൾ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ഒന്നും വീണയ്ക്ക് പോകാൻ പോകുന്നില്ല. ഞാൻ ഇനിയും പറയും, എനിക്ക് പറയേണ്ട കാര്യം ഇനിയും പറയും. കാതിന് കാക്കമാരുടെ കൂടെ കിടക്കണമെന്നോ അവൾക്ക് കാക്ക ബോയ് ഫ്രണ്ട് ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, വിവാഹമോചിത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴപ്പമുള്ളവരെന്നോ സെക്കൻഡ് ഹാൻഡെന്നോ അല്ല അർത്ഥം. എൻ്റെ ജീവിതം നിങ്ങളുടേതല്ല, അത് എൻ്റേത് മാത്രമാണ്. അതിൽ എന്ത് നടന്നു എന്ത് നടന്നില്ല എന്ന് അറിയാതെ ഞാൻ എന്താണെന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയേണ്ട യാതൊരു കാര്യമില്ല. അത്രയ്ക്ക് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ വാക്കുകളെ വിമർശിക്കണം, അല്ലാണ്ട് വ്യക്തിയല്ല. വ്യക്തിഹത്യ നടത്തി ആളാവും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നടക്കട്ടെ, കാണാം. പിന്നെ ഇതിനൊക്കെ ചില നിയമവശങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് പോലീസും കോടതിയൊക്കെ കയറി ഇറങ്ങി വരേണ്ട സമയം വരുമ്പോൾ പഠിച്ചോളും. നാട്ടുകാരും വീട്ടുകാരും അന്നേരവും ഉണ്ടാവുമല്ലോ. എനിവേസ്, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ ഫോട്ടോ ഒട്ടിപ്പുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വിൽ കണ്ടിന്യൂ ദിസ് ഗെയിം.